നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും തന്നെയല്ല. കഴിഞ്ഞ വർഷം അതായത് 2024 മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ, അതായത് 100% നേട്ടം നൽകിയിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്സുകളാണ്. പക്ഷേ ഇപ്പോൾ ഈ വർഷം വലിയ തോതിലൊരു കറക്ഷൻ മോഡിലോട്ട് പോയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഈ സ്റ്റോക്കുകളുടെ പോയ വർഷം നൽകിയിട്ടുള്ള നേട്ടത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വർഷം എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അപ്ഡേഷൻസുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, കറണ്ട് മാർക്കറ്റ് പ്രൈസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ FIIസിൻ്റെയും DIIസിൻ്റെയും പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഈ സ്റ്റോക്കുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓർക്കിഡ് ഫാർമയാണ്. ഓർക്കിഡ് ഫാർമയെ സംബന്ധിച്ച് പോയ വർഷം 153% റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ഈ വർഷം പക്ഷേ 58% ഒരു കറക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ നോക്കുമ്പോൾ 760 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. FIIs 1.3% ഹോൾഡിംഗ്സ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിരിക്കുന്നത്. DIIസിനെ സംബന്ധിച്ചും 18.58% ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ്സ് ആണ് DIIസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. പോയ വർഷത്തെ ഒരു നേട്ടം നോക്കുകയാണെങ്കിൽ 118% നേട്ടം നൽകാൻ വേണ്ടി സാധിച്ചൊരു ഓഹരിയാണ്. ഈ വർഷം 45% ഇടിഞ്ഞൊരു ഓഹരി കൂടിയാണ്. നിലവിൽ 934 രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. FII ഹോൾഡിംഗ്സിനെ നോക്കുകയാണെങ്കിൽ 19.4% ഹോൾഡിംഗ്സ് ആണുള്ളത്. DII ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 3.67% ഉള്ളതെന്ന് കാണാം. സെൻ ടെക്നോളജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 207% ഒരു റാലി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ പോയ വർഷം കാണാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ 42% കറക്ഷനാണ് 2025 ആരംഭിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1400 രൂപ റേഞ്ചിൽ 400 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നത്. 6% FII ഹോൾഡിംഗ്സും 6% DII ഹോൾഡിംഗ്സും ഉള്ളൊരു സ്റ്റോക്ക് കൂടിയാണ്. അശോക ബിൽക്കോൺ ആണ് മറ്റൊരു സ്റ്റോക്ക്. 124% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുണ്ട്. പക്ഷേ 37% കറക്ഷനാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 190 രൂപയ്ക്ക് മുകളിലായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത്. 7% FII ഹോൾഡിംഗ്സും 14% DII ഹോൾഡിംഗ്സുമാണ് ഓഹരിക്ക് ഉള്ളത്. ആനന്ദ് രാജ് ആണ് അടുത്തൊരു സ്റ്റോക്ക്. 190% മുന്നേറ്റം രേഖപ്പെടുത്താൻ പോയ വർഷം സാധിച്ചിരുന്നു. 36% പക്ഷേ ഈ വർഷം ഇടിഞ്ഞിട്ടുണ്ട്. 540 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. 10% FII ഹോൾഡിംഗ്സ് ഈ ഒരു സ്റ്റോക്കിലുണ്ട്. DII ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 4% ഒരു സ്റ്റേക്ക് DIIസും കൈവശം വെച്ചിട്ടുണ്ട്. ഗർവെയർ ഹൈടെക് ഫിലിംസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 258% റാലിയാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ഇടിവ് നോക്കുകയാണെങ്കിൽ 36% ഒരു കറക്ഷൻ ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3200 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. FIIs 3% സ്റ്റേക്കാണ് കൈവശം വെച്ചിരിക്കുന്നത്. DIIസിനെ സംബന്ധിച്ച് 4%-ലധികം ഹോൾഡിംഗ്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനി സർവീസസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. പോയ വർഷം 142% നേട്ടം നൽകിയ ഒരു ഓഹരിയാണിത്. 34% ഈ വർഷം കറക്റ്റ് ചെയ്തിരിക്കുന്നത്. 60 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. 20%-ഓളം FII ഹോൾഡിംഗ്സ് ഉണ്ട്. പക്ഷേ DIIs കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. വളരെ ചുരുക്കം 0.23% ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ DIIs നടത്തിയിട്ടുള്ളൂ. അടുത്തത് IFB ഇൻഡസ്ട്രീസ് ആണ്. 103% റാലി രേഖപ്പെടുത്തിയ ഒരു ഓഹരിയാണിത്. 30% നഷ്ടമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1290 രൂപയാണ് നിലവിലുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. FII ഹോൾഡിംഗ്സ് 0.73% മാത്രമേ ഉള്ളൂ. DIIസും 5% ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ആണ് അടുത്തത്. പോയ വർഷം 200%-ലധികം റാലി ചെയ്തൊരു സ്റ്റോക്കാണിത്. 32% ഇടിവാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 860 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം ചെയ്യുന്നത്. 0.47% മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FIIസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. 0.1% ഷെയർസാണ് DIIസും രേഖപ്പെടുത്തിയിരിക്കുന്നത്. KEC ഇൻ്റർനാഷണൽ ആണ് മറ്റൊരു സ്റ്റോക്ക്. 100%-ലധികം നേട്ടമാണ് പോയ വർഷം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വർഷം 31% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 820 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ തുടരുന്നത്. 16% FIIസും 20% DIIസും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. സോ ഒരു വർഷം മൾട്ടി ബാഗ് റിട്ടേൺ നൽകി എന്നതുകൊണ്ട് മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു നേട്ടം ലഭിക്കണമെന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ തന്നെ. സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. വോളറ്റിലിറ്റി
നല്ലോണമുള്ള റിസ്ക് കൂടുതലുള്ള സ്റ്റോക്കുകളാണിത്. ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ഇത്തരം സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പഠിക്കുക. പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ ഇനി ഫർദറായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു സ്റ്റോക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.